കടപ്പുറവും മിഠായി തെരുവും മാനാഞ്ചിറയും പെരുമ തീർക്കുന്ന കോഴിക്കോടിന് ഇനി പറഞ്ഞു വെക്കാൻ ഒരു പദവി കൂടിയുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി. ഇത് വല്ലതും കോഴിക്കോടുകാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ കഴിയില്ല, അത് ശരിക്കും പറയേണ്ടതാണ്. നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇവിടെ കോഴിക്കോടുകാർ തന്നെയല്ലേ? കോഴിക്കോട് തന്നെയല്ലേ? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ മുഹബത്ത്, സുലൈമാനി, ഗസല്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന മിഠായി തെരുവിന് സാഹിത്യ നഗരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വാ. കോഴിക്കോടിന് സാഹിത്യ നഗരം എന്നുള്ളൊരു പദവി കിട്ടുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഏതാണ് കോഴിക്കോടിന് സാഹിത്യ നഗരം എന്നുള്ളൊരു പദവി കൂടി കിട്ടുകയാണ്. യുനെസ്കോയുടെ പദവിയാണ്. ഞങ്ങൾ ഇതിനെ പറയാം, ലഞ്ച് പോയിന്റ് പറയാം. ലഞ്ച് പോയിന്റ് കോഴിക്കോട് ലഞ്ച് പോയിന്റ് മെസ്സ്, മുട്ടായി തെരുവ്, ബിരിയാണി, ചോറ്, ചിക്കൻ, എല്ലാ ഐറ്റംസും വില കുറച്ച് കൊടുക്കുകയാണ്. കോഴിക്കോടുകാരി തന്നെയാണോ? യെസ്, കോഴിക്കോടുകാരിയാണ്. പുതിയൊരു പദവി കൂടി കോഴിക്കോടിന് തേടി എത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണാൻ സന്തോഷമുണ്ടോ? ആസ് ഐ സെഡ്, ഐ തിങ്ക് വി ഡിസേർവ് ഇറ്റ്. പിന്നെ എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. സോ കോഴിക്കോട് വെച്ചാൽ പണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനത്തെ വായനയും ബഷീറിൻ്റെ അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമല്ലേ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ. മുഹബത്ത്, സുലൈമാനി, ഗസല്. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. സാഹിത്യ പദവി കുഴപ്പമില്ല സാർ. ബുക്ക് വായിക്കാറുണ്ടോ? അങ്ങനെ വായിക്കാം, കുറവാ. കഥയും കവിതയൊക്കെ ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടമാണ്. കവിത ഞാൻ പാട്ട് ചെയ്തു ഒക്കെ ചെയ്തു. ആണോ? ഒന്ന് പാടിയാ. അപ്പോൾ ഈ എന്താ, രാമപാദം കഴുകി ജലസാധകം ചെയ്തു പടിയാറും താണ്ടി, അങ്ങനെ പറയണ്ടേ, മറന്നുപോയി. കോഴിക്കോടിന് സാഹിത്യ നഗരം എന്നുള്ളൊരു പദവി കിട്ടിയിട്ടുണ്ട് യുനെസ്കോയുടെ. ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. എങ്ങനെയാണ് കോഴിക്കോടിൻ്റെ ആ ഒരു പദവി ആയത്? സാഹിത്യം നമ്മുടെ കോഴിക്കോട് നമ്മളെ ആളുണ്ട്, അതിന് എന്തും സംസാരിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യകാരന്മാർ പണ്ടേ ഇപ്പോഴെന്നല്ല, പണ്ടേ നിലവിലുള്ള ആളുകളാണ്. അന്നെന്ന് പറഞ്ഞാൽ ഈ വെളിച്ചം വരെ ഇല്ലാത്ത സമയത്ത് സാഹിത്യകാരന്മാർ ഇവിടെ തുടർന്ന് വന്ന ആളുകളാണ്. പഴയ കാലത്ത് അങ്ങനെ ഉറൂബ്, തിക്കോടിയന്, അങ്ങനെ കണ്ട പ്രമുഖരായ സാഹിത്യകാരന്മാരൊക്കെ ഇവിടെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക പദവി ലഭിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു നഗരമാണ് കോഴിക്കോട്. കോഴിക്കോടിന് അങ്ങനെ ഒരു പദവി കിട്ടിയതിൽ എങ്ങനെ സന്തോഷമുണ്ടോ? പിന്നെ നമ്മൾ കോഴിക്കോട്ടായിരിക്കും സന്തോഷം ഉണ്ടാവും. നിങ്ങൾ എന്ത് വർത്താനം എന്ന് പറയുന്നത്, അതൊക്കെ സന്തോഷമുണ്ടോ? ഓ, പാട്ടും കാലയൊക്കെ ഇഷ്ടമാണോ? ഇവിടെ പാട്ടിൻ്റെ ആൾക്കാരാ. ഒരു പാട്ട് പിടിച്ചാലോ? അല്ല, എനിക്ക് ട്രാക്ക് ഇല്ല, ഞാൻ പടങ്ങില്ല. സാഹിത്യ പദവി കിട്ടി, യുനെസ്കോൻ്റെ കിട്ടിയിരിക്കുകയല്ലേ. അല്ലെങ്കിൽ നമുക്കൊക്കെ ആഹ്ലാദം തന്നെ, സന്തോഷമല്ലേ. നമ്മളെ നഗരം ഒരു സാഹിത്യ നഗരമായി വരാനറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ നടക്കാറില്ല, നമ്മൾ സാഹിത്യകാരന്മാരാന്നൊക്കെ പറഞ്ഞിട്ട്. കോഴിക്കോടിന് സാഹിത്യപരമായിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അതിൽ പങ്കുണ്ട്. കോഴിക്കോടിന് അതിൻ്റെതായ അർഹതയുണ്ട്. വളരെ നല്ലൊരു പാട്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ മറ്റേ പദവി കിട്ടിയത്. പാട്ടിനല്ല കിട്ടിയത്, നഗരത്തിന് മൊത്തം. നഗരത്തിന് അതുകൊണ്ടായിരിക്കും കിട്ടിയത്, നല്ല നഗരമല്ലേ. ചേട്ടാ, കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്നുള്ളൊരു പദവി കിട്ടിയിട്ടുണ്ട്. കോഴിക്കോടിന് അതിന് കിട്ടേണ്ടതാണോ? കിട്ടേണ്ടതല്ലേ, നാടിന് വേണ്ടി അതൊരു പുരോഗമനല്ലേ. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി കോഴിക്കോട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. ഞമ്മക്കല്ലാണ്ട് വേറെ ആർക്കായി അംഗീകാരം എന്നാ കോഴിക്കോട്ടുകാർ ചോദിക്കുന്നത്.